ഹലോ, എല്ലാവർക്കും വോയിസ് ഓഫ് ലോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ, ടാബ്, ഐപാഡ് എന്നിവ എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മൾ സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. നമ്മൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെയോ ടാബിൻ്റെയോ അല്ലെങ്കിൽ ഐപാഡിൻ്റെയോ പെർഫോമൻസ് കൂടാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ സംഭവിക്കുന്നത് ഐപാഡിൻ്റെ ഡിസ്പ്ലേ പോവുക, ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പച്ച വര വീഴുക, ഇതുപോലത്തെ നിരവധി കേസുകൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയി മൊബൈൽ ശരിയാക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ മൊബൈൽ കളഞ്ഞിട്ട് പുതിയ മൊബൈൽ ഫോണോ ടാബോ വാങ്ങുക. എന്നാൽ എന്താണ് സത്യത്തിൽ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി കസ്റ്റമർ കെയറിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, ടാബ് ഏത് ബ്രാൻഡാണോ ആ പെർട്ടിക്കുലർ അതോറിറ്റിക്ക് നിങ്ങളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അവരുടെ ഭാഗത്തുനിന്ന് 20 ദിവസത്തിനകം യാതൊരു തരത്തിലുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. കോടതി വഴി നിങ്ങൾക്ക് പുതിയ ഫോൺ റീപ്ലേസ് ചെയ്ത് കിട്ടുകയോ അല്ലെങ്കിൽ ആ ഫോൺ ശരിയാക്കി കിട്ടുകയോ അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനായി ഒരു എമൗണ്ട് നിങ്ങൾക്ക് കോടതി വിധിക്കും. കൺസ്യൂമർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജാഗ്രതി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ജാഗ്രതി ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈന്റ് അതിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അറ്റാച്ച് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ അതിൽ നിന്ന് കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ പ്രിന്റ് എടുത്ത കംപ്ലൈന്റോ അല്ലെങ്കിൽ എഴുതി റെഡിയാക്കിയ കംപ്ലൈന്റിൽ എഴുതി നിങ്ങളുടെ കൺസ്യൂമർ കോടതിയിൽ കൊണ്ട് കൊടുക്കുക. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് അവർ അലോട്ട് ചെയ്ത് തരും. ആ ദിവസം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് മുഖാന്തരമോ കോടതിയിൽ ഹാജരാവുന്നതാണ്. ഇത് ലാപ്ടോപ്പിനോ മൊബൈലിനോ ടാബിനോ മാത്രമുള്ളതല്ല. നിങ്ങൾ ഏത് സാധനം വാങ്ങിയാലും നിങ്ങളൊരു കൺസ്യൂമർ ആയിരിക്കും. നിങ്ങൾക്ക് ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ ആ സാധനം ഏത് കമ്പനിയുടേതാണോ ആ കമ്പനി ആയിരിക്കണം അത് സോൾവ് ചെയ്ത് തരേണ്ടത്. അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ചില ആളുകൾക്ക് ഫോണിനായിരിക്കാം പ്രശ്നം, ചില ആളുകൾക്ക് ബൈക്കിനായിരിക്കാം പ്രശ്നം. ബൈക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കിലോമീറ്റർ കൂടുതൽ ആദ്യമേ കാണിക്കുക, അല്ലെങ്കിൽ ഓയിൽ ലീക്കായിരിക്കുന്ന സാഹചര്യത്തിൽ സർവീസ് സെന്ററിൽ നിന്ന് ശരിയാക്കി കൊടുക്കാതിരിക്കുക. ഇതിനെല്ലാം കൺസ്യൂമർ കോടതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ ലീഗൽ ഇൻഫർമേഷനായി പ്ലീസ് ഫോളോ മീ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.